ومن أخلاقهم رضي الله تعالى عنهم ആ മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ് അദ്മു ഇസ്തിശ്റാഫി നുഫൂസിഹിം ഇലാ ഹദിയത്തി അഹദിൻ. ഏതെങ്കിലും ഒരാൾ ഒരു ഹദിയ കൊടുക്കട്ടെ, ഓശാരമായി നൽകട്ടെ എന്നതിലേക്ക് അവരുടെ ശരീരത്തെ അവർ വെളിപ്പെടുത്താറില്ല. എങ്ങനത്തെ ആള് ജാഅമിനൽ ഹിജാസി അവനി ഔ മിനശ്ശാമി മസലൻ, ഹിജാസിൽ നിന്നോ ഷാമിൽ നിന്നോ അല്ലെങ്കിൽ മക്കത്തുനിന്നോ അല്ലെങ്കിൽ മദീനത്തുനിന്നോ അല്ലെങ്കിൽ ഇറാഖിന്നോ ഇറാനിന്നോ എവിടുന്നായാലും പാടില്ല. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഗൾഫിൽ നിന്ന് ഒരാൾ വന്നാൽ അയാൾ വല്ലതും തരുമല്ലോ എന്ന് വിചാരിച്ച് അയാളെ കാണാൻ വേണ്ടി പോകുന്ന പരിപാടി ചില ആളുകൾക്ക്. എന്നതുപോലെ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാളിന്ന് വല്ല ഹദിയും കിട്ടട്ടെ എന്ന് വിചാരിച്ച് അയാളുടെ ഹദിയിലേക്ക് സ്വീകരിക്കുവാൻ വേണ്ടി ഇവരാരും പോകാറില്ല, അവിടെ ശരീരം വെളിപ്പെടുത്താറുമില്ല. അലാ യുഹദ്ദിസു അഹദുഹും നഫ്സഹു, ഒരാളും തന്റെ സ്വന്തം മനസ്സിനോടും ശരീരത്തോടും പറയൂല അന്ന ഫുലാനും സയ്യിദിയിലേഹി ഷാസൻ ഔ മിദാസൻ ഔ ഫാക്കിഹത്തൻ ഔ നഹ്വ ദാലിക, ഇന്നവൻ അയാള് പിന്നീട് ഇയാളിലേക്ക് എന്താവും കൊടുത്തുവിടും ഹദിയ, ഷാഷയെയോ അല്ലെങ്കിൽ മിദാ സൂസോ ഔ ഫാക്കിൽ പഴമോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലത്തെ വാച്ചോ വസ്ത്രമോ എന്തിനും ആവട്ടെ, ഇതൊക്കെ അയാളിലേക്ക് ഹദിയായി ചെയ്യും ഇന്നാൾ എന്നൊന്നും തന്റെ മനസ്സിനോട് ഇവര് പറയൂല. നമ്മളങ്ങനെയല്ല, ഒരാൾ വന്നിട്ടുണ്ട് നമുക്ക് പിന്നീട് കിട്ടുമ്പോ കിട്ടി എന്നൊക്കെ പറയണം. അങ്ങനത്തെ വർത്താനം ഇവർക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. അത്തരം കാര്യങ്ങളെ തൊട്ടൊക്കെ അവർ അശ്രദ്ധന്മാരുടെ വാങ്ങി ചിന്തിക്കണേ ഇല്ല. അവരുന്ന വകദാലിക ഇദാ അഹദുഹും ഇലാ ഹദിൻ ജാഅ മിന സഫറിൽ മദ്കൂർ, ഈ പറയപ്പെട്ടതായിരിക്കുന്ന യാത്ര കഴിഞ്ഞ് വന്ന ഒരാളുണ്ടെങ്കിൽ അയാളിലേക്ക് ഇവർ വല്ലതും വല്ലതും കൊടുത്താൽ, ഇബ്തിദാൻ തുടക്കത്തിൽ വല്ലതും അയാൾക്ക് കൊടുത്താൽ, അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ, ലാ തുഹദ്ദിസുഹും അൻഫുസുഹും ബി അന്നഹു സയുകാവിയുഹും അലാ ദാലിക, നമ്മൾ അങ്ങോട്ട് കൊടുത്തല്ലോ, ഇങ്ങോട്ട് അയാൾ അതിന് പകരമായിക്കൊണ്ട് മതിയാവുന്ന വിധം ഇങ്ങോട്ട് തരും എന്നൊരു വിവരണം സ്വന്തം മനസ്സുമായി പങ്കുവെക്കാറുമില്ല. കുല്ലിയ, മൊത്തത്തിൽ ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല. അവർ അവിടെ കൊടുത്താൽ പിന്നെ ഇങ്ങോട്ട് കിട്ടുന്ന പ്രതീക്ഷ ഒന്നും നോക്കുന്നില്ല, അവിടെ കൊടുക്കും. അത് ഒരാൾ വന്നങ്ങോട്ട് തരും. ഇങ്ങനെ ഒരു നിലയ്ക്കും ഒരാളെ ഹദിയ സ്വീകരിക്കുവാനുള്ളൊരു മനസ്സോ തയ്യാറെടുപ്പോ ഇത്തരം ആൾ ചെയ്യാറില്ല. മിൻഹും, അതൊന്നും അവരുടെ ഭാഗത്തുനിന്ന് മോശമായൊരു ചിന്തയുണ്ടായി, ബി അഖീഹിം, അവരുടെ സഹോദരന്മാരെ പറ്റി ഒരു മോശമായ ചിന്തയുണ്ടായി, ഒരു ധാരണയുണ്ടായി എന്ന അധ്യായത്തിൽപ്പെട്ടതൊന്നുമല്ല ഇത്. പിന്നെയോ ഇന്നമാഹുവ മിൻ ബാബി തർക്കി തമഅ, കൊതി എന്ന് പറയുന്ന, ആഗ്രഹം എന്ന് പറയുന്ന സംഗതിയുണ്ട്, അത് ഒഴിവാക്കുക എന്ന അധ്യായത്തിൽപ്പെട്ടതാണ് ഇത് മാത്രം. അത്രയുള്ളൂ. വഇൻ ലസിമ മിൻ വന്നിഹിം ബി അഖീഹിം, അവരുടെ സഹോദരനെ പറ്റിക്കൊണ്ട് അവർക്ക് ധാരണയുണ്ട്. അങ്ങനെ ധാരണയുണ്ടായി കഴിഞ്ഞാൽ എന്ത്, അന്നഹു ലാ യുകാവിഉഹും, ആ സഹോദരൻ ഇവർക്ക് വേണ്ടതുപോലെ കൊടുക്കില്ല, മതിയാക്കി കൊടുക്കില്ല എന്നൊരു ധാരണ അവർക്കുണ്ടായി കഴിഞ്ഞാൽ അതിനാൽ എന്ത് വരും, സുഉവന്നി, ഒരു മോശമായൊരു ചിന്ത വരുമല്ലോ. ആ ഒരു മോശമായൊരു ധാരണ ലാസിമായി വന്നാൽ പോലും ഫലൈസദ വലന്തല്ല, അതൊന്നും ഒരു സുഉല്ലനായി കൂട്ടാൻ പറ്റൂല. ഫലൈസദാരിക്ക മഖ്സൂദല്ലഹും, അത് അവർക്ക് കരുത്തേയില്ല. അങ്ങനെ വന്നുപോയെങ്കിൽ തന്നെയും അവിടെ മനസ്സിന്റെ അകത്ത് അങ്ങനെ ചിന്തയില്ല. വലാ യുആഖദു ശഖ്സു, ഏതെങ്കിലും വ്യക്തിയെ ഇവിടെ ശിക്ഷിക്കാൻ പറ്റൂലല്ലോ. ഇല്ലാ ബിമാ ഖസദ, അവൻ എന്താണോ കരുതിയത് ആ കരുതിയത് കൊണ്ട് മാത്രമേ ശിക്ഷിക്കാവൂ, അല്ലാതെ വെറുതെ ധാരണ ശിക്ഷിക്കാനൊന്നും പാടില്ല. അപ്പൊ ചുരുക്കത്തിൽ അത്തരം ഒരാളെ ഭാഗത്ത് എന്തെങ്കിലും കിട്ടിയാൽ തിരക്കണില്ല, വല്ലതും സ്വീകരിക്കാൻ തിരക്കണില്ല, അത് തയ്യാറായി നിൽക്കൂല ഒലിനാ. വഖദ് കാന സയ്യിദി അലിയുൽ ഖവ്വാസ് റഹിമഹുല്ലാഹു തആല, മഹാനവറുകളായിരുന്നു, ഇദാ സമിഅ അഹദൻ, ഏതെങ്കിലും ഒരാളെ കേട്ടാൽ എന്ത് യദ്കുറു പറയുന്നത്, അശ്അബത്തമ്മാൽ, അശ്അബത്തമ്മാൽ എന്ന് പറഞ്ഞ് കേട്ടാൽ, അല്ലെങ്കിൽ അശ്അബത്തമ്മാൽ, അല്ലാതെ കൊതിയുള്ള ആള് വയറ് നിറച്ചോ എന്നൊരു വാക്ക് കേൾക്കുകയാണ് എങ്കിൽ ദുഖാൻ, അങ്ങനെ വല്ല പുകയും അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് മഹാനവ് പരിശോധിക്കും.
അങ്ങനെ യതറഹമു അലൈഹി അയൽവാസിയുടെ മേലിൽ അദ്ദേഹത്തിന്റെ മേലിൽ കരുണ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യാറുള്ളത്. കൊണ്ടുപോയ അപ്പോൾ അദ്ദേഹം പറയും, ഇന്നഹു കാന ഹുസ്നുല്ലി ബിജിറാനിഹി, അവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അവന്റെ അയൽവാസിയെ കൊണ്ട് നല്ലൊരു ധാരണ വെച്ചിരിക്കുന്നു എന്നേ പറയുള്ളൂ. ജസാഹുല്ലാഹു തആല ഖൈറൻ, അപ്പൊ അല്ലാഹു തആല അവര് ഖൈർ പ്രതിഫലം ചെയ്യട്ടെ എന്ന്. അപ്പൊ അങ്ങനെ ആരെയും പറഞ്ഞാൽ തന്റെ അയൽവാസി അടുപ്പ് തീ കൂട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. യഅനി അന്നഹു മഹ്മൂദുൻ ബിവന്നിഹി അൽ ഖൈർ ബിൽ ജിറാനി, അവന്റെ ധാരണയിൽ അയൽവാസിയെ കൊണ്ടുള്ള ഗുണം വാഴ്ത്തപ്പെട്ടതായിട്ട് ഉദ്ദേശിക്കാം. വഇൻ ലസിമിൻ തബഉ ഫഫ്ഹം, അവന്റെ ഭാഗത്തുനിന്നും എല്ലാം കൊതിയും ലാസിമായി വരികയാണെങ്കിൽ നീ ഒന്ന് മനസ്സിലാക്കി നോക്ക്, എന്താണ് ഈ വിഷയം പറഞ്ഞത്. അപ്പൊ അയൽവാസിയെ പറ്റി നല്ല ചിന്ത കാണുന്നല്ലേ. വഅലം അന്നഹു യംബഇലക, നീ അറിയണം, മനസ്സിലാക്കിക്കോ, നീ അറിയണം. അന്നഹു യംബഇലക, നിനക്ക് അത്യാവശ്യമാണ്. ഇദാ അർസൽത ഹദിയത്തൻ, ഒരാളിലേക്ക് ഹദിയ നീ കൊടുത്തു വിട്ടാൽ, വഅലിംത മിൻ അഖീക, നിന്റെ സഹോദരൻ നീ അറിയും ചെയ്തു, അൽ മുകാഫഅത അലൈഹ, പിന്നെ ആ ഹദിയക്ക് മതിയാക്കുന്ന വിധം നിന്റെ സഹോദരൻ നിനക്ക് കിട്ടുമെന്ന് അറിയുകയും ചെയ്താൽ, അതുകൊണ്ടാൽ ലിമാഹു അലൈഹി മിനൽ മഅറൂഫ്, സൽക്കർമ്മങ്ങൾ നല്ല കാര്യം അവന്റെ മേലുണ്ടല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ നീ അറിയുകയും ചെയ്താൽ എന്ത്, അൻതുഖിബിറുഹു ബിദാലിക, അക്കാര്യം കൊണ്ട് നീ അവനോട് പറയണം. അലാലിസാൽ ഖാസിദി, ഒരു കരുത്ത് എന്നൊരു നാവുണ്ടല്ലോ, ആ നാക്കിലൂടെ പറയണം. തഖൂലഹു, നീ അവനോട് പറയുന്നത്, ഖുല്ലി അഖീ ഫുലാൻ, ഇന്നാലിന്റെ എന്റെ സഹോദരൻ നീ പറയണം, ഇന്ന ഹാദാ, നിശ്ചയമായിട്ടും ഇത് അംറുൻ, ഒരു കാര്യമാണ്. അങ്ങനത്തെ കാര്യം യസ്തഹിഖു മുകാഫഅതൻ അലൈക, നിന്റെ മേലിൽ മുകാഫഅത്തായിട്ട് നീ അത് ഉടമയാക്കാൻ പറ്റും. എന്നൊരു കാര്യം നീ അവൻ കണ്ട് കിട്ടിയാൽ കൊടുത്തു വിട്ടാൽ അത് മുകാഫഅത്താണെന്ന് പറയണമെന്നർത്ഥം. വഖദ് അഖ്സമ അലൈക അഖൂക, നിശ്ചയം നിന്റെ മേൽ നിന്റെ സഹോദരൻ സത്യം ചെയ്ത് പറയുന്നു, ബി അദിമിൽ മുകാഫഅത്തി ഫീഹി, അതിൽ മുകാഫഅത്ത് ഇല്ല എന്ന് പറയുകയും ചെയ്താൽ അത് ജബ്റൽ ഖാത്തിരി, അവന്റെ മനസ്സിൽ എന്താണോ ഉദിച്ചത് അതിന് പരിഹരിച്ചുകൊണ്ട് അവൻ പറയാണ്, നീ തന്നതിന് അത്ര അങ്ങോട്ട് പകരം എനിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ലട്ടോ എന്നൊക്കെ സത്യം ചെയ്ത് പറയും. ഒരു നിമിഷമാണെങ്കിൽ പോലും അങ്ങോട്ട് പകരമായി കൊടുത്ത് മതിയാക്കാൻ പറ്റുന്ന ക്ഷീണമുണ്ട്. അത്തരം മുക്കാഫാത്തിനെ തൊട്ട് വിഷമത്തെ തൊട്ട് അവൻ ഒന്ന് സുഖം കിട്ടണം. സുഖം കിട്ടുക എന്ന കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് കിട്ടിയിട്ട് വല്ലതും തന്നാ പറയുന്നടാ ഈ തന്നിന് അത്ര നോക്കി തരാൻ കഴിഞ്ഞിട്ടില്ലോ എന്നൊക്കെ അവന് സുഖമായിട്ട് പറയാലോ, അത് സുഖം കിട്ടാൻ വേണ്ടി പറയാം. വഖദ് അർസൽതു മർറത്തൻ, ഒരിക്കൽ ഞാൻ കൊടുത്തയച്ചു, ലിഅഖി അഷ്ശൈഖ് ശംസുദ്ദീൻ ബർഖമതൂഷി എന്ന് പറഞ്ഞ ഷെയ്ഖിലേക്ക് ഞാൻ കൊടുത്തയച്ചു. ഹദിയത്തൻ ഖലീലത്തൻ, കുറച്ച് ചെറിയൊരു ഹദിയ കൊടുത്തയച്ചു. അപ്പൊ അർസലയിലെ അൽആഫ, അപ്പൊ മൂപ്പര് ഇങ്ങോട്ട് അതിന്റെ ഇരട്ടി എനിക്ക് കൊടുത്തയച്ചു. അപ്പൊ അലിബ്തു ബിദാലിക, അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിനെ കുറിച്ച് എന്ത്, കിബറ മുർഅത്തിഹി, അദ്ദേഹത്തിന്റെ മനുഷ്യത്വം എത്ര വലുതാണ് എന്ന്. പക്ഷെ ലാക്കിൻ എങ്കിൽ ലാ യഖ്ഫ, നിഗൂഢമല്ല, അന്നൽ ബദാഅത ബിൽ ഹദിയ, ഹദിയ കൊണ്ട് തുടങ്ങുക ആര് തുടങ്ങിയാലും മത്ലൂബത്തുൻ ശർഅൻ, അത് ശർഅയിൽ തേടപ്പെട്ടതാണ് എന്ന കാര്യം ആർക്കും സംശയമില്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ലാ സിയമ ലിമൻ ബൈനഹുമാ അദാവത്തുൻ, പ്രത്യേകിച്ച് രഹസ്യമായി ശത്രുതയുണ്ടോ അവനിലേക്ക് ആദ്യം ഹദിയ കൊടുത്താക്കാനുള്ള ശർഅ് തേടപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ അങ്ങോട്ട് കൊടുക്കുന്നു, അതിനിരട്ടി ഇങ്ങോട്ട് തരുന്നു. ആരാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോ അതിന് പകരം ഇങ്ങോട്ട് കിട്ടണമെന്ന് വിചാരിച്ച് കൊടുക്കുകയല്ല, അഥവാ തരുന്നുണ്ടെങ്കിൽ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അങ്ങനെ ഇരട്ടി കൊടുക്കും. ഈ ശത്രുവാനും കൊടുക്കണം, അത് നല്ല കാര്യമാണ്. എന്താ ഹദീസ് ഉണ്ടല്ലോ, ലിഖബരി തഹാദു തഹാബു, നിങ്ങൾ പരസ്പരം ഹദിയ ചെയ്തോളി, എന്നിട്ട് പരസ്പരം സ്നേഹിക്കുകയും ചെയ്തോളി എന്ന് കാണാം. വഖബരി അൽ ഹിദ അൽ ഹദിയത്തു തുദ്ഹിബു വഹറ സ്വദർ, മനസ്സിന്റെ അകത്തുള്ള ഈറിയും പോരുമൊക്കെ എന്താക്കും, ചതിയും വഞ്ചനയ്ക്കുണ്ട്, അതിനെ ആ ഹദിയ പോക്കിക്കളയുന്നതാണ്. അപ്പൊ ദുസ്വഭാവങ്ങളെ ഹദിയ പോക്കിക്കളയും. അപ്പൊ ഹദിയ ചെയ്യുന്ന നല്ലതാ. അതിന് ഇഷഹു മോശമായതും ചതിയും വഞ്ചനയൊക്കെ പോക്കിക്കളയും. അതുകൊണ്ട് ഫംദ് ഹദിയ യാ അഖി ബിതരീഖത്തി ശർഇയ്യ, ശർഇയ്യായ മാർഗത്തിലൂടെ എന്റെ സഹോദരൻ നീ ഹദിയ കൊണ്ട് തുടങ്ങി. വഹദർ മിൻ ഇസ്തിസാബി നഫ്സിക,
ഇലാ ഹദിയത്തി മിമ്മൻ ജാഅ ബിസബരി, യാത്ര കഴിഞ്ഞ് വന്ന ഗൾഫിൽ നിന്നൊക്കെ വന്ന ഒരാളുണ്ടാവും, അത്തരം ആളിൽ നിന്ന് വല്ല ഹദിയും കിട്ടാൻ വേണ്ടിയിട്ട് നിന്റെ ശരീരം നീ വെളിപ്പെടുത്തുക, അതിനെ തുടരി പേടിച്ചോ ചെയ്യരുത്. അല്ലെങ്കിൽ ഔലാ മുകാഫഅത്തി മിമ്മൻ അഹദൈത അൻത ഇലൈഹി, നീ ആരിലേക്കാണോ ഹദിയ കൊടുത്തതെങ്കിൽ അയാളെ നിങ്ങോട്ട് മതിയാന്ന് കിട്ടണം, ആ നിലക്ക് നീ വെളിപ്പെട്ടു. ഞാൻ ഒരു കൊടുത്തുകയല്ലോ, പക്ഷെ കിട്ടണം എന്നൊരു ധാരണ വെച്ച് അങ്ങോട്ട് എന്താണ് ശരീരം വെളിപ്പെടുത്താൻ നിൽക്കണ്ട. മതാഹാലപ്താലിക്ക, ഈ പറഞ്ഞതിന് എതിരായി നീ ഹദിയ സ്വീകരിക്കാൻ നിന്നാൽ വഖദ് ഖറജത്ത് അൻ ത്വരീഖി സലഫിക, നിന്റെ മുൻകഴിഞ്ഞു പോയ ആൾക്കാരെ മാർഗത്തെ തൊട്ട് നീ പുറത്തു പോയിരിക്കുന്നു. ആലോചിക്കാം. ഈ വിഷയം നീ ശരിക്കറിഞ്ഞോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവ് സർവസ്തുതി. അപ്പൊ ഹദിയ സ്വീകരിക്കാൻ മുന്നോട്ട് വരില്ല, കൊടുത്താ വാങ്ങും. എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തതിന് പകരം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി അത് നിൽക്കൂലെന്നർത്ഥം. മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ് എന്ത്? വിരുന്നുകാര് വന്നാൽ ആ വിരുന്നുകാരെ ഊട്ടുക എന്ന മനക്കരുത്തിൽ വളരെ ഗൗരവമായി തന്നെ അവർ കാണാറുണ്ട്. നല്ലോണം വിരുന്നുകാരെ ഊട്ടും. അവ അല്ലാഹു തആല ഈ വീട്ടുകാർക്ക് കണക്കാക്കിയ ഭക്ഷണം ഏതാണോ അത് മാത്രമല്ലാതെ അതിന്റെ ശേഷം അവൻ ഭക്ഷിക്കാറില്ല. അങ്ങനെയല്ല, വിരുന്നുകാരൻ വന്ന് അവരെ വിരുന്നൂട്ടി ശക്തിപ്പെടുത്തി അവർ തീറ്റിച്ചു. അങ്ങനെ തീറ്റിക്കുമ്പോൾ വിരുന്നുകാരൻ നല്ല കണക്കാക്കിയതെന്താണോ അത് മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. വഖദ് ഷെയ്ഖ് അബ്ദുൽ ഹലീം മുസ്ലിം റഹ്മഹുല്ലാഹു തആല എന്ന് പറയുന്ന മഹാൻ യഹ്ലിഫു, മഹാൻ സത്യം ചെയ്യാറുണ്ടായിരുന്നു അലല്ലാഹി വിരുന്നുകാരമേൽ എന്ത് അന്നഹു ലാ യഅകുലു ഇൻദ അഹദിൻ ഗൈരി മാദാമ ഫി ബലദിഹി, അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള കാലത്തോളം മറ്റൊരാളടുത്ത് വെച്ചിട്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കയില്ല എന്ന് വിരുന്നുകാരന്റെ പേര് സത്യം ചെയ്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നേ കൈക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വക്കാനല്ലാഹു ബഅദദാലിക, ഇത് പറഞ്ഞപ്പോ ഈ സത്യം ചെയ്ത ശേഷം വിരുന്നുകാരൻ ലാ യഅതിഹി, ഈ പറയുന്ന ഷേഖിന്റെ അടുത്തേക്ക് വരൽ നിർത്തി. ഇല്ലാതെ അപൂർവമായിട്ടേ വരുള്ളൂ, ഒന്നും വരാറില്ല. അപ്പോ വിരുന്നുകൂട്ടുക നല്ല വലിയ സൽക്കാരം തന്നെയാണല്ലോ, അത് നല്ല താല്പര്യമുള്ളവരാണ് ഇവർ. ഫഖദ് ഖുൽതു ലഹു മററത്തുൻ ബിദാലിക, അതിലൊരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിൽ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ? അദ്ദേഹം എന്നോട് പറയുന്നതാണ് വിരുന്നുകാരെ സൽക്കരിക്കുക എന്ന മനസ്സിന്റെ ഉറപ്പ്, ആ ഉറപ്പിന്റെ മേൽ ഗൗരവമാക്കുന്നതിൽ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. വയാദുൽ വജീ, മുഖത്തിന്റെ പ്രഭാ വെളിച്ചം. അപ്പൊ വലം യഅകുലില്ലാമ ഖസ്സമനഹു, അദ്ദേഹത്തിന് എന്താണോ മുസ്ലിമനഹു, അദ്ദേഹത്തിന് വേണ്ടി എന്താണോ അംശയിക്കപ്പെട്ടത് അത് മാത്രമേ അദ്ദേഹം കഴിക്കാറുള്ളൂ, മറ്റൊന്നും കഴിക്കാറില്ല. എന്നിട്ട് പറയുന്ന പോലെ അന്നീലം ഉഷദ്ദിദ് ഫിൽ അസൂമത്തി, മനക്കരുത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും എന്താട്ടില്ല വിരുന്നൂട്ടുക എന്ന ഉറപ്പിന്റെ മേൽ ഞാൻ ശക്തിപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് ഭക്ഷണം കഴിക്കും. അല്ലാഹി, എന്റെ മൂക്ക് നിലം കുത്തൂല, ആ നിലക്കാൾ കഴിച്ചേക്കാം. അങ്ങനെ കഴിച്ചു പോയി കഴിഞ്ഞാൽ മധുമൂമൻ എന്താ, ഞാൻ ഓനെടുക്കൽ മോശക്കാരനായി, അള്ളാനെടുക്കും മോശക്കാരനായി, വൈന്ദൽ ഹൽക്കി സിർട്ടിയുടെ അടുത്തും മോശക്കാരനായി, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അല്ലേ, വളരെ പ്രയാസപ്പെടും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ നല്ലോണം വിരുന്നുകാരെ വേണ്ടതുപോലെ സൽക്കരിക്കാം. വഖദ് വഅൽതു അനബിദാലിക മൗലാദി സയ്യിദി ശൈഖ് മുഹമ്മദ് സാനാവി വൗലാദിഹി ശൈഖ് അബ്ദുർ റസാഖ് അൽ ബുഖാരി റഹ്മഹുല്ലാഹ്, ഇവരോടൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇത്തരം കാര്യം ചെയ്തിരുന്നത്. ലമ്മാ ഖാമു ഇന്ദി, അവർ എന്റെ അടുത്തെന്താ താമസിച്ചപ്പോൾ, മറത്തൻ ഒരു പ്രാവശ്യം വന്നവർ എന്റെ അടുത്ത് നിന്നപ്പോൾ 3 മാസക്കാലത്തോളം ഞാൻ അവരെ നല്ലോണം എന്താക്കി വേണ്ടതുപോലെ തീറ്റിച്ച് ശ്രദ്ധിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. അങ്ങനെ ഗുന്തും ഞാൻ അവന് ദേഷ്യം പിടിച്ച ആളായി. ഇതാക്കൊരു ഇന്ത വൈരി, എന്റെ അടുത്തല്ലാതെ മറ്റാരെങ്കിലും അടുത്ത് പോയി ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ദേഷ്യമാണ്. അപ്പൊ എന്റെ അടുത്ത് തിന്നണം എന്നുള്ളതായിരുന്നു. അപ്പൊ കാര്യം അങ്ങനെ വിരുന്നുകൂട്ടുമ്പോ എന്നൊരു കാര്യം കൊണ്ട് ഈ മഹാന്മാർക്കുണ്ട് ഇൻഷുറാവ് കൽബിന്റെ ഒരു വിശാലതയും തുറവെളിപ്പാടുണ്ടാവും, നല്ലൊരു രസം കിട്ടും വിരുന്നുകാരെ കൂട്ടുമ്പോ.
അവരുടെ ഭാഗത്ത് കിട്ടിയതായ വല്ല ഭാരമുണ്ട്, അല്ലെങ്കിൽ എന്റെ ഭാഗത്തുള്ളതായിരിക്കുന്ന വല്ല ഭാരവും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ധരിച്ച് അതൊക്കെ നീങ്ങിപ്പോകും, എല്ലാം പോയിപ്പോകും. അപ്പൊ നല്ല സുഖമായി സുന്ദരമായി രണ്ടുപേരും പ്രായത്ത് കിട്ടും. വിരുന്നുകാർ സൽക്കരിക്കുമ്പോ അങ്ങനെയായിരുന്നു ഞാൻ. അങ്ങനെയാണ് ഈ മഹാന്മാരുടെയൊക്കെ കഴിഞ്ഞുകൂടെ. അപ്പൊ വിരുന്നുകാര്യത്തിനും പോലെ അങ്ങനെ തന്നെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പറഞ്ഞ കാര്യത്തിന് മനസ്സിലാക്കി സഹോദര. അപ്പൊ നമ്മുടെ അടുത്ത് വിരുന്നേര് വരുമ്പോ എന്റെ അത്ര സുന്ദരമുണ്ട് വാരാർത്ഥം പോട്ടോ എന്ന് ശക്തമാക്കി പറയാം. ആ മനസ്സ് തെളിച്ചത്തോടി പറയാണ്. മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങൾപ്പെട്ടതാണ് മറ്റൊന്ന്. കുടിക്കുന്നതിന്റെയും ഭക്ഷിക്കുന്നതിന്റെയും കാര്യത്തിൽ വളരെ സൂക്ഷ്മ നല്ലോണം ഉണ്ടായവർക്ക്. കണ്ടപാടെ വാരി വലിച്ചു നിന്നുമില്ല, കണ്ടപാടെ ആഗ്രഹത്തോടുകൂടി കുടിക്കാറുമില്ല. അത് പരിശോധിക്കും. അതെങ്ങനെ എത്രത്തോളം എന്ന് വെച്ചാൽ അത്തായിന്റെ ആയുധവും കാരനായ തഥാവലത്ത് അലാതാലിക്കത്തോ. ഒരു ഭക്ഷണം കണ്ടാൽ ആ ഭക്ഷണത്തിൽ 7 കഴികൾ വന്നു തരണം. 7 പേരത് ഉപയോഗിക്കുന്നതിന് കാണണം. അങ്ങനെ 7 പേര് ഉപയോഗിക്കുന്നത് കണ്ടാൽ മാത്രമേ ഭക്ഷിക്കൂ, അല്ലെങ്കിൽ ഭക്ഷിക്കൂല. അല്ലെങ്കിൽ ഹലാലാണെന്ന കാര്യത്തിൽ ഒരു 3 കാര്യങ്ങളും അത് പെരുമാറണം. അങ്ങനെ വരുമ്പോഴേ അത് ഭക്ഷണം കഴിക്കുള്ളൂതാണ്. ഇനി അങ്ങനെ ഒരു 7 കയ്യോ അല്ലെങ്കിൽ 7 ആൾക്കാർ 3 ആൾക്കാർ ഒന്നും കിട്ടിയില്ല നിൽക്കാം. പിന്നെ തവവും അവർ വേറെ ചുരുട്ടി അന്ന് പട്ടിണി കിടക്കും. അത്താ യജിദു ഹലാല യുനാസിബുഹും. അവർക്ക് യോജിച്ചതായ വിധത്തിലുള്ള അനുവദിച്ച സംഗതി കിട്ടുന്നത് വരെ പട്ടിണി കിടക്കുമെന്നാണ്. എന്നാലും ആർത്തിയോടെ കഴിക്കില്ലാതെ. മഹാനവറുകൾ സൂക്ഷ്മാലുക്കളായ ആൾക്കാരെ കൂട്ടത്തിൽ നിന്ന് നാം കണ്ടവരിൽ അവസാനത്തെ ആളായിരുന്നു ഷെയ്ഖ് അഹ്മദ് എന്നവർ. എന്താ മഹാന്റെ പണി? ഇവക്കാലായ ഹലാലാണെന്ന കാര്യത്തിൽ ഒരു 7 ആളുകൾ അത് പെരുമാറണം. അങ്ങനെ ഉറപ്പുവരുത്താം. അങ്ങനെ ഉറപ്പ് വരുത്തിയിട്ടേ മൂപ്പര് ഭക്ഷണം കഴിക്കാറുള്ളെങ്കിൽ ഇല്ല എന്ന്. അങ്ങനെ ഇതേ വിധി പ്രകാരം ഒരു ഭക്ഷണം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് വന്നാൽ തുടരെ ദിവസങ്ങളോളം വയറ് ചുരുട്ടി അവിടെ കിടക്കും. ഇരങ്കുടലുകൾ വിശപ്പിന്റെ കാഠിന്യത്താൽ സഹിക്കാൻ കഴിയാതിട്ട് പരസ്പരം അങ്ങോട്ടും ഭക്ഷിക്കാൻ തുടങ്ങും. ആ നിലയിൽ വരെ കാത്തിരിക്കും എന്നാണ്. എന്നിട്ടേ കഴിക്കുള്ളത്. മഹാനവറുകളെ ബുദ്ധി നഷ്ടപ്പെടുമോ, അദ്ദേഹത്തിന് ദീ നഷ്ടപ്പെടുമോ എന്നുവരെ ഭയപ്പെട്ടുമോ ആ നിലക്കാവും. പൗനാക്ക അങ്ങനെ വരുമ്പോൾ യൗക്കുലുക്കൽ മൂത്തരി സഹിക്കാൻ കഴിയാതെ വന്ന് ബുദ്ധി നഷ്ടപ്പെടും, ദീ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ പ്രയാസപ്പെട്ടാൾ കഴിക്കുന്നത് പോലെ കഴിക്കും. അത്രയേ ഉള്ളൂ. മഹാനവറുകൾ ആ പറഞ്ഞ 7 കരങ്ങളെ ഉപയോഗം എന്നത് മുമ്പിൽ അറിയാൻ കഴിയും. അള്ളാഹു താല അവർക്ക് വെളിപ്പെടുത്തുന്ന രൂപത്തിൽ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന കശ്മെന്ന് അറിവുണ്ട്. അത് വഴിയിലൂടെ അവർക്ക് അറിയാൻ കഴിയും. അള്ളാഹു താല അലയ്യ, അള്ളാഹു എന്റെ മേലിൽ ഗുണം ചെയ്ത് തന്നിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ മഹാനായ ഷേഖിന്റെ അസറുമായി തുടരുക എന്നതുകൊണ്ട്. ലാക്കിൻ എങ്കിലും സലാസത്തി ഐദിൻ ഫഖത്ത് 3 കരങ്ങൾ മാത്രം പെരുമാറൽ കൊണ്ട് തന്നെ എന്താക്കുന്നറിയാമോ? അത് ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറ്. സുമ്മ ഇൻ ഹസറ ഇന്ദി ശക്കും വിദാലിക. ഇനി ആ ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വല്ല സംശയം എന്റെ അടുത്തുണ്ടെങ്കിൽ അവനെ തക്കായ എത്തുഹു, ഞാനത് ഒഴിവാക്കും. താറത്തൻ ചിലപ്പോ എത്തരിഹോ അഭിനംസി. മഹാനവറുകൾ സ്വന്തം നഫ്സ് തന്നെ മഹാനവർ വെളിവാക്കി തരും. അങ്ങനെ മൂപ്പര് വെളിവാക്കി തരികയോ ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു അവിടെ സൂക്ഷ്മത. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ ഏതൊരു കാര്യത്തിന് സൂക്ഷ്മത വേണം. അതാണ് ഏറ്റവും നല്ലത്. അറിവ് സൂക്ഷ്മതക്കുള്ളതാണല്ലോ. ഹറാമിൽ പെട്ടു പോകരുത് സൂക്ഷിക്കാനുള്ളതാണല്ലോ. അതാണ് കർമ്മങ്ങളും. അതുപോലെ മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ് എന്ത്? എല്ലാ സമയത്തും അവരുടെ ഹൃദയത്തെ അവർ കെട്ടിട്ടുകൊണ്ടിരിക്കും. കപടന്മാരുടെ ഗുണങ്ങൾ മനസ്സിനകത്തുണ്ടെങ്കിൽ അത് പുറത്തിയാടിക്കാൻ വേണ്ടി. സത്യവിശ്വാസികളായ ആളുകൾക്കുള്ളതായിരിക്കുന്ന ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ആ മനസ്സിനുള്ളിൽ കടത്തിവിടാനും
നിഫാഖിന്റെ ദുഷിച്ച സ്വഭാവങ്ങൾ പുറത്തെടുത്ത് കളയാൻ വേണ്ടിയിട്ട് എല്ലാ സമയത്തും അവരുടെ മനസ്സിനെയും ശരീരത്തിനും കെട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മൂമിന്റെ ഗുണം എന്ന് പറയുന്നത് എന്താണ്? മുനാഫിഖിന്റെ സിഫത്തിന്റെ നേരെ എതിര് അക്സാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത്രത്തോളം ഹൃദയത്തെ ശുദ്ധീകരിക്കുക, വേണ്ടതുപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയിരുന്നത്. സിഫാത്തിൽ മുഅ്മിനീന, മുഅ്മിനീകൾക്കുള്ള ഗുണങ്ങൾ പലതുമുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതാണല്ലോ മാ ദക്കറഹുല്ലാഹു തആല ഫി കിതാബിൽ അസീസ്, അല്ലാഹു തആലാന്റെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ തൗബ സൂറത്തിലൂടെ അല്ലാഹ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ബിഖൗലിഹി അസ്സ വജല്ല, അല്ലാഹു തആലാന്റെ വാക്കുകൊണ്ട്. എന്താ അല്ലാഹു തആല പറഞ്ഞത്? അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഹൂനർ റാകിഊൻ അസ്സാജിദൂനൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹി വബശ്ശിരിൽ മുഅ്മിനീൻ. എന്താണ് അതിന്റെ അർത്ഥം? അത്തായിബൂന, ശിർക്ക്, കാപ്പറ്റം, ഇതിനെ തൊട്ട് പക്ഷാതപിക്കുന്നവർ. അൽ ആബിദൂന, അല്ലാഹു തആലാക്ക് ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യുന്നവർ. അൽ ഹാമിദൂന, എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു തആല പുകഴ്ത്തുന്നവരും സ്തുതിക്കുന്നവരുമായ. അസ്സായിഊന, നോമ്പെടുക്കുന്നവർ. അർറാകിഊന, സുജൂദ് നിസ്കരിക്കുന്നവർ, സുജൂദ് എന്നൊക്കെ പറയാം. അസ്സാജിദൂന, നിസ്കരിക്കുന്നവർ. അൽ ആമിറൂന ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുന്നവർ. വന്നാഹൂന അനിൽ മുൻകർ, തെറ്റായ കാര്യങ്ങൾ തൊട്ട് തടയുന്നവർ. വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്, അല്ലാഹു തആലാന്റെ നിയമങ്ങൾ അനുസരിച്ച് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അങ്ങനെ സൂക്ഷിക്കുന്നവർ. ഇതാണ് മുഅ്മിനുകൾ. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ആളുകൾക്ക് നബിയെ നിങ്ങൾ പൊലിവ് അറിയിക്കുക. അപ്പൊ മുഅ്മിന്റെ ഗുണങ്ങൾ ഈ വിശുദ്ധമായിരിക്കുന്ന ആയത്തിലൂടെ എണ്ണിയത്തെ സായിബ്, ആബിദ്, ഹാമിദ്, സായിഹ്, റാകിഈ, സാജിദ്, ആമിറുൻ ബിൽ മഅറൂഫ്, നാഹൂന അനിൽ മുൻകർ വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്. 9 കാര്യങ്ങളാണ്. ഈ 9 സവിശേഷത ഉള്ളതാണ് മുഅ്മിനീങ്ങൾക്ക്. ഇത്തരം കാര്യങ്ങൾ മനസ്സിന്റെ അകത്തളത്തിൽ വരണം. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് അവിടെ എല്ലാ സമയത്തും അവിടെ മനസ്സങ്ങനെ നോക്കുകയാണ്. അവിടെ കെട്ടിട്ട് ബന്ധസ്ഥമാക്കിയിട്ട് കാപ്പട്ടെ മുഴുവൻ എടുത്തു കളയാൻ നോക്കുകയാണ്. ഇനി നോക്കൂ, മറ്റൊരു ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, മിൻഹാ ഖൗലുഹു തആല ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, നിശ്ചയമായിട്ടും വിജയിച്ചവർ മുഅ്മിനീകളാണ്. ആരാ മുഅ്മിനീകൾ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരങ്ങൾ അവർ ഖുശൂഉള്ളവരാണ്, അവരാ രക്ഷപ്പെട്ടത്. വനഅഹുമാ മിനൽ ആയാത്ത്, ആയത്തുകളാൽ ഇത് രണ്ടു പോലെ എത്ര ആയത്ത് ഖുർആനിലുണ്ട്. ഹദീസ്, ഇനി ഹദീസിൽ കാണാമെന്ന് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, നിങ്ങളൊന്നും ഒരാളും പരിപൂർണ്ണ സത്യവിശ്വാസിയാകൂല തന്റെ സഹോദരന് തന്റെ സ്വന്തം ശരീരത്തിൽ എന്തിഷ്ടപ്പെടുന്നുവോ അത് തന്റെ കൂട്ടുകാരനും ഇഷ്ടപ്പെടുന്നവരെ പരസ്പരം സ്നേഹം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇല്ല. സ്വന്തം കാര്യം ചിന്താമയല്ല. ഹദീസിനാഹർ, മറ്റൊരു ഹദീസിൽ കാണാം ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരും മുഅ്മിനല്ല ഹത്താ യഅ്മന ജാറുഹു മവായിഖഹു, ഒരു അയൽവാസി തന്റെ ചതി, അക്രമം എന്നീ കാര്യം നിർഭയത്വമുണ്ടാവണം. അയൽവാസിക്ക് പേടില്ലാതിരിക്കണം തന്നെ കുറിച്ച്. അങ്ങനെ പരിപൂർണ്ണ മുഅ്മിനായുള്ളവൻ. ആലു, അപ്പൊ നബിയോട് അവർ ചോദിക്കണം, മാ മവായിഖഹു യാ റസൂലല്ലാഹ്, നബിയെ എന്താണ് മവായിഖ്? അതിന് മറുപടി ആൽ ഇശ്ഹു വൽമുഹു, ഈ അയൽവാസി അവരെ ചതിക്കുക, അവരെ ദ്രോഹിക്കുക, ഇതില്ലാതിരിക്കണം. അപ്പോഴേ ആ അയൽവാസി പരിപൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ എന്നർത്ഥം. ജുവകാന അമീറുൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖൂൽ, നോക്കൂ, ഇസ്ലാമിന്റെ ഭരണാധിപനാണ്, രണ്ടാം ഖലീഫയാണ്, സത്യത്തിന് വേണ്ടി ഗർജിക്കുന്ന സിംഹമാണ്. മഹാനവറുകൾ യഖൂലു പറയുമായിരുന്നു, ഇദാ റഅയ്തുമൂനി, നിങ്ങളെങ്ങാനും എന്നെ കണ്ടാൽ, സുഖ്തു അനി ത്വരീഖി, ഇസ്ലാമിന്റെ സൽപാന്താവുണ്ട്, സൽസരണിയുണ്ട്, ആ വഴിയെ തൊട്ട് ഞാൻ തെറ്റിപ്പോകുന്നതായി നിങ്ങൾ എന്നെ കണ്ടാൽ, ഫഖവ്വിമൂനി, നിങ്ങൾ എന്നെ ചൊവ്വാക്കി നിർത്തണം. വൻസഹൂനി, നിങ്ങൾക്ക് വേണ്ട സതുപദേശങ്ങൾ ചെയ്യുകയും വേണം, നസീഹത്തും നടത്തണം. ഇതാണ് ഒരു മുഅ്മിൻ. കാരണം എന്താവ, ഇന്നൽ മുഅ്മിന, നിശ്ചയമാണ് സത്യവിശ്വാസി, ലാ യഖൂലു ഇല്ലാ നാസിഹൻ ലിഅഖീഹി, ഒരു സത്യവിശ്വാസി തന്റെ സഹോദരന് സതുപദേശവും നസീഹത്തും നടത്തുന്നവനാകുകയല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടാവില്ല. അവൻ നസീഹത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആവണം ഖലീഫയായ ഉമറിനോട് എന്നാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്. അത് താഴ്മയാണ്, വിനയമാണ്. വഖദ് ജമഅ യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു, വിഷയം യഹ്യ ബിൻ മുആദ് തങ്ങൾ ഒരുമിച്ച് കൂട്ടി. ജുംലത്തുൻ മിൻ സിഫാത്തിൽ മുഅ്മിനീൻ, മുഅ്മിനീകൾക്കുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്, അതിലൊരു കൂട്ടം ഗുണങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്.
ഫീബാദി റസായിലിഹി മഹാനവർ ഉണ്ടാക്കിയ ചില റസായിലുകൾ കാണാം. എന്നിട്ട് വഖാല യഹ്യാ തങ്ങൾ പറയുന്നു അയ്യക്കൂന കസീറൽ ഹയാ, മുഅ്മിനായ ഒരു മനുഷ്യൻ ലജ്ജ നല്ലോണമാണ്, തെറ്റ് ചെയ്യരുത്. കരിയൽ അതാ പ്രയാസങ്ങള് പീഡനങ്ങളോ ചുരുങ്ങിയതായിരിക്കണം, തന്റെ ബുദ്ധിമുട്ടാക്കല്. കസീറൽ ഖൈർ നന്മ അധികരിച്ച ആളായിരിക്കണം. കരിയൽ ഫസാദ് കുറഞ്ഞ ആളായിരിക്കണം. സദൂഖുൽ ലിസാൻ നാവ് സത്യം പറയുന്ന ആളായിരിക്കണം. കരിയൽ കലാം സംസാരം കുറഞ്ഞ ആളായിരിക്കണം. കസീറൽ അമൽ സൽക്കർമ്മങ്ങൾ നല്ലോണം അധികരിച്ച ആളായിരിക്കണം. കരിയൽ ജലൽ പിഴവ് കുറഞ്ഞ ആളായിരിക്കണം. കരിയൽ ഫുളൂൽ വേണ്ടാത്തതൊക്കെ കുറഞ്ഞതായിരിക്കണം. കസീറുൽ ബിർറിൽ റഹ്മി കുടുംബ ബന്ധത്തിന് ഗുണം ചെയ്യുന്നവരധികം ചെയ്യണം. ഉസുരൻ ചേർക്കല്ലാൽ വഖൂറൻ ബഹുമാനിക്കല്ലാലും ശുക്കൂറൻ നന്ദി രേഖപ്പെടുത്തല്ലാലും ഒക്കെ ചെയ്യണം. കസീറുൽ റിള അലില്ലാഹി ഇദാ ലിഖാലിഹി റിസ്ഖു, ഭക്ഷണം കിട്ടാതെ വന്നാൽ പ്രയാസമാണ് എങ്കിലും അല്ലാഹു തആല വിധിച്ച ആ വിധിയുടെ പൊരുത്തം അംഗീകരിക്കൽ കൂടുതലായിരിക്കണം. ഹലീമൻ ഒതുക്കമുള്ളവനായിരിക്കണം. റഫീഖൻ ബി ഇഖ്വാനി തന്റെ കൂട്ടുകാരോട് അലിവ് തോന്നുന്നവനായിരിക്കണം. അബീബൻ സ്നേഹിക്കുന്നവനും ഷൗക്കൻ ആഗ്രഹിക്കുന്നവനുമായിരിക്കണം. ലാല ആക്ഷേപിക്കുന്നവനെ ശമിക്കുന്നവനാവരുത്. വലാ സബ്ബാബൻ ചീത്ത പറയുന്നവനാവരുത്. വലാ അയ്യാബൻ ന്യൂനത പറയുന്നവനാവരുത്. വലാ മുഖത്താബൻ ഈബത്ത് പറയുന്നവനാവരുത്. വലാ നമ്മാമൻ ഏഷണി പറയുന്നവനാവരുത്. വലാ അജൂരൻ ബീർതി കാണിക്കുന്നവനാവരുത്. വലാ ഹുസൂദൻ അസൂയ കാണിക്കുന്നവനാവരുത്. വലാ ഹുക്കൂദൻ ഉൾപോരുള്ളവനാവരുത്. വലാ മുത്തകബ്ബിർ അഹങ്കാരിയാവരുത്. വലാ മുഅജ്ജിബൻ ഉൾനടിനമുള്ളവനാവരുത്. വലാ റായിബൻ ദുനിയ ഈ പ്രപഞ്ചത്തിൽ ആഗ്രഹിക്കുന്നവനാവരുത്. വലാ തവീറൽ അമൽ മേൽക്കൊണ്ടും കിട്ടാത്ത കൊതികൾ നീണ്ടുപോകുന്നവനാവരുത്. വലാ ഗസീറൻ നൗം ഉറക്ക് അധികരിക്കുന്നവനാവരുത്. വൽ വഫലത്തി അശ്രദ്ധയും കൂടുതലുള്ളവനാവരുത്. വലാ മുറായിയൻ ലോകമാനാവുകയില്ല. വലാ മുനാഫിൻ കാപട്യമുള്ളവനാവുകയില്ല. വലാ ബഖിയൻ ലുബ്ധനാവുകയില്ല. അശ്വാസൻ സന്തോഷമുള്ളവനാകും. ഫശ്വാസൻ മുഖപ്രസന്നതയുള്ളവനാകും. വലാ ഖസാസൻ ഹിസാസൻ താഴ്ന്നവനാവൂല. വലാ ജസ്സാസൻ ചാരപ്പണിയെടുക്കുന്നവനാവുകയില്ല. ഇതൊക്കെയാണ് മുഅ്മിന്റെ ഗുണം. യുഹിബ്ബു ബില്ലാ അള്ളാന്റെ മാർഗത്തിൽ അവൻ ഇഷ്ടം വെക്കും. വയറുല്ലാ ബില്ലാ അള്ളാന്റെ മാർഗത്തിൽ അവൻ പൊരുത്തപ്പെടും. വയഅദു ബില്ലാ അള്ളാഹ്ക്ക് വേണ്ടി അവൻ കോപിക്കും. സാദുഹു തഖ്വ അവന്റെ ഭക്ഷണം തഖ്വയാകുന്നു. സാദുഹു തഖ്വ അവന്റെ ഭക്ഷണം തഖ്വയാകുന്നു. വഹിബ്ബതു റുഖബ അല്ലാഹു തആലയിലേക്ക് മടങ്ങുക എന്നൊരു ചിന്തയാണ് അവനുണ്ടാവുക. വജരീസുഹു ദിക്റുഹ അവന്റെ കൂട്ടുകാരൻ ദിക്റാകുന്നു. ഹബീബുഹു അവന്റെ ഇഷ്ടക്കാരൻ മൗലയാകുന്നു, അവന്റെ റബ്ബ്. വസൈഹു അവന്റെ അധ്വാനം ലിയുഖറ ആഖിറത്തിന് വേണ്ടിയാകും. അങ്ങനെ വദക്കറ നഹവ സലാസമിയതി വസ്ഫ് 300ഓളം ഗുണങ്ങൾ മഹാനവർകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫകാന മാലിക് ബിൻ ദീനാർ റഹ്മഹുല്ലാഹു തആല യഖൂൽ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല പറയുകയാണ് ലോ നബതാലിൽ മുനാഫിഖീന അസ്നാബ് മുനാഫിഖുകൾ വാല് മുളക്കുകയാണ് എങ്കിൽ മാ വജദൽ മുഅ്മിനൂന സത്യവിശ്വാസികളായ ആളുകൾ കിട്ടൂല അർളൻ ഭൂമി യംശൂന അലൈഹ അതിന്റെ മേൽ സഞ്ചരിക്കാൻ പറ്റുന്നൊരു ഭൂമി കിട്ടൂല. അത്രത്തോളം കപടന്മാരോട് ഉണ്ടാകും. അതിന്റെ ഉദ്ദേശം എന്നാൽ കസുറത്തിക്കും കപട വിശ്വാസം അധികരിച്ചുപോയി. അങ്ങനെ അധികരിച്ചാൽ ഭൂമിനായ മനുഷ്യന് ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിയുമെന്ന് അർത്ഥം. അത്രയും അപകടമാണ് നക്കാപ്പെട്ട. മഹാൻ പറയുന്നു റസൂലുള്ളാഹി ഉള്ളപ്പോൾ ഒരു മോശമായ സംസാരം കൊണ്ട് സംസാരിക്കുന്ന ഒരാള് ആയിരുന്നു. അങ്ങനെ സംസാരിച്ചാൽ തന്നെ മുനാഫിക്കൻ ആ വേണ്ടാത്ത സംസാരം കൊണ്ട് കപടനായി മാറും. നബിന്റെ കാലഘട്ടത്തിൽ ഈ നിശ്ചയമാണ് ഞാൻ അത്ര വാക്കുകൾ കേൾക്കുന്നു. പിന്നെ ആയിരിക്കും നിങ്ങൾ ഒരാളിൽ നിന്ന് ഫിൽ മജ്ലിസിൽ വായിദി ഒരൊറ്റ സദസ്സിൽ വെച്ച് അസറവർറാത്തിൽ 10 തവണ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷയത്തിലേക്ക് അവൻ ഉണർന്നേയില്ല. അത്രത്തോളം കപടങ്ങൾ നടന്നിരിക്കുകയാണ് ലോകത്ത് എന്ന പറഞ്ഞതിന്റെ അർത്ഥം. ഹദീസിലേക്ക് വരൂ. അബിൽ ഹദീസി ഹദീസിൽ കാണാം അൽ മുനാഫിഖു കപടൻ ഹിബ്ബത്തു അവന്റെ മനസ്സിലെ ചിന്ത ഹിത്വആബി വസ്റാബി തിന്നണം കുടിക്കുന്നത് മാത്രം ചിന്തയുള്ളൂ. വൽ മുഅ്മിനു സത്യവിശ്വാസി ഹിബ്ബത്തു ബിസ്വിയാബി വസ്സലാത്തി അവൻ നിസ്കരിക്കണം നോമ്പ് വെക്കുന്ന ചിന്തയുള്ളൂ. ഇതാണ് മുഅ്മിൻ കപടനും തമ്മിലുള്ള മാറ്റം. വകാന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല യഖുൽ മഹാൻ പറയുന്നു ഖുവ്വത്തുൽ മുഅ്മിനി ബി ഖൽബിഹി മുഅ്മിന്റെ ശക്തി ശരീരത്തിലല്ല ഖൽബിലാണ്. ഈമാൻ ഉറപ്പു നടത്തും. വഖുവ്വത്തുൽ കാഫിരി വൽ മുനാഫിഖ് കപടൻ നിഷേധി ഇവന്റെ ശക്തി അവന്റെ കയ്യിലേ ഉണ്ടാകുള്ളൂ, മനസ്സിലുണ്ടാവില്ല എന്നർത്ഥം. മനസ്സിന് നിർണ്ട നിശ്ചയമാണെന്നർത്ഥം.
മഹാൻ പറയുന്നു പിന്നെ അലാമത്തിൽ മുഅ്മിനി സത്യവിശ്വാസിയുടെ ഒരു അടയാളത്തിൽപ്പെട്ടതാണ് ആരാധന കർമ്മങ്ങളൊക്കെ ചെയ്യുക. അതാലിക്കൽ ചെയ്തതോടുകൂടി കരയും പടച്ചവന് സ്വീകരിച്ചില്ലേ ഇത് അവസ്ഥ എന്തായിരുന്നു ഓർത്ത് കരയുന്ന. പിന്നെ അലാമത്തിൽ മുനാഫിഖ് കപടന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അമൽ സൽക്കർമ്മങ്ങളൊക്കെ മറക്കും. ഇവിടെ നമ്മൾ എതിഹാക്കോ പൊട്ടിച്ചിരിച്ചിങ്ങനല്ല ഉല്ലസിച്ച് നടക്കും. ഇത് കപടനാണ്. മഹാൻ പറയുന്നു അൽ മോമിനു മോമിനായ മനുഷ്യൻ ഈത്തപ്പന കൃഷി ചെയ്യും. യഖാഫുൻ പേടിക്കും ഷൗക്കൻ ആ ഈത്തപ്പന മരം ഒരു മുള്ളിനെയാണോ ഉണ്ടാക്കി തരുന്നത് പേടിയാണ്. അതായത് അമല് ചെയ്യും, അമല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് നല്ല ഫലം കിട്ടുമ്പോൾ പേടി ഉണ്ടാവും. വൽ മുനാഫിഖു കപടൻ ഷൗക്കൻ അവൻ വേണ്ടാത്ത മാറും നട്ടുപിടിപ്പിക്കും. അവൻ തേടും തുറത്തുബൻ നല്ലൊരു പഴം അതിന് ഉണ്ടാവണമെന്ന് തേട് ചെയ്യും. ഇതാണ് കപടനും മോമിനും തമ്മിലുള്ള മാറ്റം. ഈ കപടന്മാർ ഇന്ന് ലോകത്ത് ധാരാളമുണ്ട് എന്നല്ലേ മഹാന്മാരുടെ ഈ മൊഴിയിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും മനസ്സിലാവുന്നത്. പാനന്താനികയാഹി അത്തരം കാര്യത്തെ കുറിച്ച് എന്റെ സഹോദരൻ നീ അറിയും. കപില മൗത്തിക്ക നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മനസ്സൊന്നും പരിശോധിച്ച് നോക്ക്. ഒബുക്കി അലിഹ എന്നിട്ട് ആ തെറ്റിന് വേണ്ടി കരയെ. കപടന്മാരുടെ സ്വഭാവം നിന്റെ മനസ്സിന്റെ അകത്തളത്തിലുണ്ടെങ്കിൽ നീ എന്നോട് കരഞ്ഞോ. മാപ്പിരക്കൽ നീ അധികരിപ്പിച്ചോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊക്കെയായിരുന്നു മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ. തീർന്നിട്ടില്ല, ഇനിയും അവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്താണെന്ന് അറിയണ്ടേ. ബാക്കി തുടരും ഇൻഷാ അല്ലാഹ്.